ഹലോ, അപ്പോൾ ഇന്നും ഞാനൊരു റെസിപ്പി വീഡിയോ ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. നമ്മുടെ കപ്പ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൽ ബീഫല്ല, നമ്മൾ ചിക്കൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ കപ്പയും ചിക്കനും കൂടാതെ നമ്മൾ ചക്ക കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മൂന്നും കൂടി ചേർന്നാൽ ഒരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. തുടക്കത്തിലൊരു സംശയം ഉണ്ടെങ്കിലും ഉണ്ടാക്കി വന്നപ്പം അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ആദ്യം തന്നെ നമ്മൾ ചക്കയും അതുപോലെ തന്നെ പൂളയെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം കേട്ടോ. പൂള എന്ന് പറഞ്ഞാൽ കപ്പ. അപ്പോൾ അത് രണ്ടും ഇവിടെ റെഡിയാക്കി വെക്കുന്നുണ്ട്. അതാണല്ലോ ഏറ്റവും വലിയ ടാസ്ക്. അപ്പോൾ അത് ആദ്യം തന്നെ ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ അതൊക്കെ വേവിക്കുന്നതും അവർ അച്ഛനും അമ്മയും ഒക്കെയാണ് നന്നാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഈ വെളുത്തുള്ളി, ഇഞ്ചി അങ്ങനത്തെ ഐറ്റംസൊക്കെ ഞാനിവിടെ വൃത്തിയാക്കി വെക്കുന്നുണ്ടേ. അപ്പോൾ നമ്മളുടെ പണി എളുപ്പമാവുമല്ലോ, പെട്ടെന്ന് കഴിയുമല്ലോ. അങ്ങനെ നമ്മൾ ചക്കയും പൂളയും ഇതുപോലെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ പാകത്തിന് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇവിടെ ചക്ക സെപ്പറേറ്റും അതുപോലെ തന്നെ പൂള സെപ്പറേറ്റും ആയിട്ട് വേവിച്ചെടുത്താണ്. പൂള വേവിക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ചക്ക വേവിക്കുന്ന വീഡിയോ ആണ് ഇപ്പം എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ വേവിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതേ കുക്കറിൽ തന്നെ കപ്പ ബിരിയാണി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. കപ്പ ബിരിയാണി എന്ന് മാത്രം പറയാൻ പറ്റില്ലല്ലോ അല്ലേ. ഇപ്പോൾ രണ്ടും കൂടി പറയുമ്പോൾ എൻ്റെ നാക്കുടക്കിപ്പോവും. അതുകൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തത്. വെളിച്ചെണ്ണയിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് ഇത് മൂന്നും നമ്മൾ നന്നായിട്ട് കൊത്തി അരിഞ്ഞിട്ട് ചെറുതാക്കി അരിഞ്ഞതാണ് കേട്ടോ. അതിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നവരെ നമ്മൾ വേവിച്ചെടുക്കണേ. അത് നന്നായിട്ട് മൂത്തതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരേ അളവ് തന്നെ വലിയ ഉള്ളിയും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും നന്നാക്കി എടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കുക. അതിൽ കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം കേട്ടോ. വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പം അതിൻ്റെ ടേസ്റ്റ് കുറച്ച് എന്താ പറയുക, കുറച്ചുകൂടി കൂടുതലായി കിട്ടും. എന്താ പറയുക, നമ്മൾ റിഫൈൻഡ് ഓയിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ച് ടേസ്റ്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. വെളിച്ചെണ്ണയ്ക്ക് അതിൻ്റേതായ ഒരു രുചി വേറെ തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ മിക്സിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ നേരത്തെ ചക്കയിലും അതുപോലെ തന്നെ പൂളയിലും ഒക്കെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഇതിലും ഉപ്പ് ചേർക്കാൻ. പിന്നെ അവസാനം നമുക്കിതെല്ലാം കൂടി മിക്സ് ചെയ്യാനുള്ളതാണല്ലോ. അങ്ങനെ ഞാൻ അടുത്ത് വഴറ്റി നന്നായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. 3 ടേബിൾ സ്പൂൺ ഞാൻ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഉപ്പ് ചേർത്ത പോലെ തന്നെ നമ്മൾ പൂളയിലും ചക്കയിലൊക്കെ മഞ്ഞളും മുളകൊക്കെ ചേർത്തുകൊണ്ട് ഇതിൽ അതിൻ്റെ പാകത്തിനനുസരിച്ച് വേണം നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനേ. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണാണ് ഞാനിവിടെ മഞ്ഞൾപ്പൊടിയും ചേർത്തത്. പിന്നെ ലാസ്റ്റ് ഇട്ടത് ഗരം മസാലയാണ്. അത് 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂണോളം ചേർക്കാം നമുക്ക്. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്ത് ആ പൊടികളുടെ ഒരു പച്ചമണമൊക്കെ മാറി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇവിടെ 1 കിലോ ചിക്കനാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ ബീഫ് കട്ട് ചെയ്യുന്ന പോലെ വളരെ ചെറുതാക്കി കേട്ടോ. വലിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ള ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ആ അടുപ്പ് തന്നെ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി ആ മസാലയിലേക്ക് അത് ചിക്കനൊക്കെ നന്നായിട്ട് യോജിക്കുന്ന രീതിയിൽ ഇളക്കി കൊടുക്കണം കേട്ടോ. പിന്നെ ഇതിൽ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയത്, ഇതിലേക്ക് ഞാൻ 1.5 കപ്പ് വെള്ളവും അതുപോലെ തന്നെ വിനാഗിരി അല്ലെങ്കിൽ പൂനാരങ്ങ നീര്, ചെറുനാരങ്ങ നീരാണ് ഞാനിവിടെ ചേർത്തത്. അതും പിന്നെ ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് ഉപ്പും കുറച്ച് മല്ലിയിലയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് അത് അടച്ച് വെച്ച് വേവിച്ചത് കേട്ടോ. പിന്നെ നമുക്ക് അത് വേവുന്ന ആ സമയം കൊണ്ട് നമുക്ക് ഇവിടെ ഒരു വറവ് ഉണ്ടാക്കിയെടുക്കണം. അതിനും ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത്. അതിലേക്ക് കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. പിന്നെ കറിവേപ്പില, ഒരു 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ടാവും. ഞാനിതിൽ കറിവേപ്പിലയും അതുപോലെ തന്നെ മല്ലിയിലും ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ട് കേട്ടോ.
എനിക്കതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് കുറേ ഇട്ടുണ്ട്. അപ്പോൾ അതിൽ 2 തണ്ട് കറിവേപ്പില ഞാൻ കഴുകിയിട്ട് ഇട്ടു കേട്ടോ. പിന്നെ അതാ ഒരു അരമുറി തേങ്ങ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയിട്ട്. അപ്പം ഇതുപോലെ ഒരു ബ്രൗൺ കളർ ആവുന്നവരെ നമ്മൾ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വറവ് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇവിടുത്തെ ചിക്കനും നമുക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഉപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. പിന്നെ ചിക്കനൊക്കെ വെന്തതും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഒക്കെ കറക്റ്റാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനി സെറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ടൈമിൽ തന്നെ നമ്മളെല്ലാം ഇട്ടിട്ട് ഇളക്കാൻ പാടില്ല കേട്ടോ. ഇനി നമുക്കൊന്ന് കുറച്ച് ദമ്മിടുന്ന പോലെ ചെയ്തെടുക്കണം. അതിന് ഞാൻ ഈ ചിക്കൻ്റെ മുകളിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണേ. ഇതൊക്കെ നമ്മളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. നമ്മളിവിടെ അധികം എരിവ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് ചേർത്തിട്ടേ ഉള്ളൂ. ഇനി അതിൻ്റെ മുകളിൽ ഞാൻ മല്ലിയില, ഞാൻ പറഞ്ഞല്ലോ മല്ലിയില ഞാൻ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ ഇത്രയും മല്ലിയില ഇട്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് കുത്തലോ കാര്യങ്ങളോ ഒന്നും അതിലില്ല കേട്ടോ. ടേസ്റ്റിൽ ഒരു വ്യത്യാസം വരുന്നതിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള കപ്പയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അത് ഏകദേശം ലെവലാക്കി വെച്ചതിന് ശേഷം നമ്മൾ ചക്ക ചേർത്ത് കൊടുക്കുകയാണേ. പിന്നെ അതും ലെവലാക്കിയതിന് ശേഷം മുകളിൽ മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ വറവ് പോലെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല തേങ്ങ, ആ ഒരു ഇതും നമ്മൾ മിക്സും മുകളിൽ ഇട്ട് കൊടുത്ത് ലെവലാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ബാലൻസ് വന്നിട്ടുള്ള മല്ലിച്ചപ്പും അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഞാൻ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ടേസ്റ്റ് നോക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. ആ കരണ്ടിന് മുകളിലുള്ള കുറേ കാര്യങ്ങൾ ഞങ്ങൾ തന്നെ ടേസ്റ്റ് നോക്കി. പക്ഷെ അപ്പം ടേസ്റ്റ് നമുക്ക് മനസ്സിലാവില്ല. ഇതൊക്കെ മിക്സ് ചെയ്യുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് അറിയുള്ളൂ കേട്ടോ. ആ ടൈമിൽ തന്നെ ഞങ്ങൾ ടേസ്റ്റ് നോക്കിയപ്പം ഏതോ ഒന്നിൽ ഉപ്പുണ്ടായിരുന്നില്ല. അങ്ങനെ അടച്ച് വെച്ചിട്ട് ഞങ്ങളിതാ ഒരു 2 മിനിറ്റ് അടുപ്പത്ത് വെച്ചിട്ടുണ്ടാവും. വിസിൽ വരാൻ നിൽക്കരുത്, അതിന് മുന്നേ എടുക്കണം കേട്ടോ. എന്നിട്ടിതാ എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. അത് ഞങ്ങൾ ഇത് വെക്കുന്നതിന് മുന്നേ ചക്കയിലാണോ പൂളയിലാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, ഏതോ ഒന്നിൽ ഒട്ടും ഉപ്പ് പിടിക്കാത്ത പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ആ സമയത്ത് ഇത് എക്സ്ട്രാ ഉപ്പ് ആഡ് ചെയ്യരുത്. ഈ ടൈമിൽ നമ്മൾ കംപ്ലീറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാത്തിലുള്ള ഉപ്പും കൂടി ചേർന്നിട്ട് നമുക്ക് ബാലൻസ് ചെയ്ത് വരുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ എത്രത്തോളം ഉപ്പ് പിടിച്ചിട്ടുണ്ട്. നമ്മളെല്ലാ കാര്യങ്ങളും അപ്പോഴാണ് മനസ്സിലാവുക. ഞങ്ങൾ നോക്കിയ സമയത്ത് മിക്സ് ചെയ്ത സമയത്ത് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് ഉപ്പ് കുറച്ചും കൂടി ഇട്ടിട്ടാണ് ഞങ്ങൾ ഇളക്കിയത്. നമ്മൾ കൂടി പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കുറഞ്ഞാൽ നമുക്ക് പിന്നെയും ആഡ് ചെയ്ത് നമുക്ക് വെക്കാമല്ലോ. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ പറയാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.